എൻ്റെ പേര് സോജ. ഞാനൊരു ഗവൺമെൻറ് ടീച്ചറാണ്. എൻ്റെ കുടുംബം ഒരു പാരമ്പര്യ ക്രിസ്ത്യൻ കുടുംബമാണ്. അച്ഛനും അമ്മയും ഞാൻ ചെറിയ പ്രായമായിരുന്ന സമയങ്ങളിൽ ചർച്ചുമായിട്ട്, അതായത് പാരമ്പര്യ സഭയുമായിട്ട് ആരാധനയിൽ പങ്കെടുത്തവരായിരുന്നു. പക്ഷേ എൻ്റെ ഒരു കൗമാര പ്രായമായ ആ ഒരു സന്ദർഭത്തിൽ എനിക്ക് ചർച്ചുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അച്ഛൻ ആരാധനയ്ക്ക് പങ്കെടുക്കാറില്ല, അമ്മ പങ്കെടുക്കും. അപ്പോൾ ആ ഒരു കുടുംബത്തിൽ നിന്ന് ഞാനും ബ്രദറും വല്ലപ്പോഴും ചർച്ചിൽ പോയാൽ മതി, ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ഒരു ഡിഗ്രി കാലഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു 19-ാമത്തെ വയസ്സായപ്പോഴത്തേക്കും എൻ്റെ ജീവിതത്തിൽ അതികഠിനമായിട്ടുള്ള ഒരു പെൺകുട്ടി ആ ഒരു പ്രായത്തിൽ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം, അതെൻ്റെ കുടുംബത്തെ ഒന്നാകെ തളർത്തി കളഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ അതിജീവിക്കണമെന്ന് എനിക്ക് അറിയാത്തൊരു സിറ്റുവേഷൻ. പല രാത്രികളിലും ഉറക്കമില്ല. അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കരയുന്നു, അച്ഛൻ്റെ കൂടെ ഇരിക്കുന്നു, എനിക്ക് കാവലിരിക്കുന്നു. ആ ഒരു സിറ്റുവേഷൻ അതൊന്ന് ഫേസ് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഒരു ദിവസം അമ്മയോട് നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു ചർച്ചിനെ പറ്റി ഇങ്ങനെ പറയുന്നു, അവിടെ ഒന്ന് പോകുകയെന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് താല്പര്യമൊന്നുമില്ല, ചർച്ചിൽ എനിക്ക് ഒരു താല്പര്യമില്ല, ഈ ലോകമോഹങ്ങളിൽ ജീവിക്കുക, അതായത് ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ എന്നെ അമ്മ ആ ചർച്ചിലേക്ക് കൊണ്ടുപോയി ഞാൻ അവിടെ അങ്ങനെ ചെന്ന് ആരാധനയിൽ ഇരിക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ കർത്താവ് എന്നെ തൊട്ടു. ആദ്യമായിട്ട് അവിടുത്തെ ഒരു പാസ്റ്റർ വന്നു എന്നെ അത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് എൻ്റെ തലയിൽ കൈവച്ചു. അപ്പോൾ തന്നെ ഒരു ദൈവസാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ പറ്റി. കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് എനിക്ക് ആ നിമിഷത്തിൽ മനസ്സിലാക്കാൻ പറ്റി. എനിക്ക് ഒത്തിരി ചോദ്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. പല രാത്രികളിലും ഞാൻ എന്തുകൊണ്ട് ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തു എന്നൊരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ആരാധനയിൽ കർത്താവ് സത്യമായിട്ടും എന്നോട് സംസാരിച്ചു. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ആ നാളുകൾ തന്നു. എനിക്ക് എൻ്റെ അച്ഛൻ തരാത്തതോ അല്ലെ അമ്മയ്ക്ക് തരാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സമാധാനം ഈ ലോകത്തിൽ ആർക്കും എനിക്ക് വേണ്ടി അങ്ങനെ ഒരു സമാധാനം തരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ആ ദൈവം എൻ്റെ കൂടെ ഇരുന്നു. അതെൻ്റെ ജീവിതത്തിലെ ഞാൻ സത്യമായി ഇങ്ങനെ ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു നിമിഷമായിരുന്നു അത്. അവിടെ നിന്നും ആ ഒരു സ്റ്റേജിൽ നിന്നും ഞാൻ പിന്നീട്, അതായത് എൻ്റെ ഡിഗ്രിയുടെ ആ ഒരു ആദ്യത്തെ 2 വർഷത്തെ ആ സ്റ്റേജിൽ നിന്ന് അന്ന് വരെയുള്ള എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടമായിരുന്നു, എൻ്റെ പേഴ്സണലായിട്ടുള്ള ജീവിതമായിരുന്നാലും അവിടെ നിന്ന് മാറുവാൻ തുടങ്ങി. ഞാൻ എൻ്റെ പഠനത്തിൻ്റെ വിവിധ തലങ്ങളിലോട്ട് ഞാൻ മാറാൻ തുടങ്ങി. ക്ലാസ്സുകളിലെ പഠിച്ച എല്ലാ കോളേജുകളിലും ഫസ്റ്റ് വാങ്ങി. അത് പഠനത്തിൻ്റെ ഉന്നതമായൊരു ഗ്രേഡിലോട്ട് കർത്താവ് എന്നെ കൊണ്ടുവന്നു. ഉന്നതമായൊരു ജോലി ദൈവം എനിക്ക് തന്നു. എനിക്ക് വേണ്ടി സകലതും എൻ്റെ ദൈവം ഒരുക്കി. എന്നെ കാണുന്ന നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ആർക്കും കടന്നു വരാത്തൊരു സ്പേസ് നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. പക്ഷെ അവിടെ ഇറങ്ങി വരുവാൻ നമ്മുടെ ദൈവത്തിനല്ലാതെ ആർക്കും കഴിയുകയില്ല. നമുക്ക് നന്നായി നമ്മളെ നോക്കുന്ന അച്ഛനുണ്ടാകാം, അമ്മയുണ്ടാകാം, നമ്മളെ ചേർത്ത് പിടിക്കുന്ന പല വ്യക്തികളും നമുക്കുണ്ടാകാം. പക്ഷെ അവിടെയൊന്നും അവർക്കൊന്നും ഒരു സമാധാനം തരുവാൻ, അല്ലെ നമ്മുടെ മനസ്സറിയുവാൻ അവർക്ക് കഴിയുകയില്ല. പക്ഷെ ഞാൻ നിശ്ചയമായി നിങ്ങളോട് പറയുന്നു, ഈ ദൈവം വലിയ ദൈവം, നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്.